നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. MDMAയുമായി യുവാവ് പിടിയിൽ. ഇടമുളയ്ക്കൽ സ്വദേശി കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജിനാണ് പിടിയിലായത്. 370 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. MDMAയുമായി യുവാവ് പിടിയിൽ. ഇടമുളയ്ക്കൽ സ്വദേശി കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജിനാണ് പിടിയിലായത്. ബൈക്കിൽ 2 കവറുകളായി സൂക്ഷിച്ചിരുന്ന MDMAയാണ് പിടികൂടിയത്. അഞ്ചൽ പോലീസും റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് MDMAയുമായി 23-കാരനെ പിടികൂടിയത്. ഇടമുളയ്ക്കൽ കോട്ടപ്പൊയ്കയിൽ പുത്തൻവീട്ടിൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജിനാണ് 370 ഗ്രാം MDMAയുമായി പിടിയിലായത്. അഞ്ചൽ കോട്ടുകൽ പാതയിൽ കുരിശുമുക്കിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ബൈക്കിൽ MDMAയുമായി എത്തിയ ലിജിനെ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസും ഡാൻസ് ഓഫ് സംഘവും പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പെട്രോളിനും ഡീസലിനും വീണ്ടും വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 109.60 രൂപയും ഡീസലിന് 98.45 രൂപയുമായി വർദ്ധിച്ചു. വെള്ളിയാഴ്ച പെട്രോളിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് വില വർധനവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിശദീകരണം. ഇനിയും ഇന്ധനവില വർദ്ധിച്ചേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിൽ നിർണായകമായ ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള സാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭ്യമാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള സാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. ഈ പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ കൃത്യമായ സ്വഭാവം വ്യക്തമാകൂ എന്നും SIT കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സാമ്പിളുകളുടെ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വർണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷമായിരിക്കും കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഒപ്പം 2025 സ്വർണം പൂശുന്നതിനായി പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിലും ഈ പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 391 സാക്ഷികളെയാണ് അന്വേഷണ സംഘം വിസ്തരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പായസം വിതരണം ചെയ്തു. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ ഭാഗമായാണ് പായസം വിതരണം ചെയ്തത്. പത്തനാപുരം, കടയ്ക്കാമണ്ണ് എന്നിവിടങ്ങളിൽ മധുര വിതരണം നടത്തി. ദൈവത്തോട് നല്ല രീതിയിൽ ഭരിച്ച് നല്ല രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തുള്ള രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളെടുത്ത് സംഭവവും സാവകാശവും ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ ഭരിച്ച് ജയിച്ച് 15 വർഷം ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാണ്. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പത്തനാപുരത്തുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ മധുര വിതരണം നടത്തിയത്. UDF സർക്കാർ അധികാരത്തിലേക്ക് ഇന്ന് കയറിയിരിക്കുകയാണ്. 10 വർഷം ജനനയങ്ങൾക്കെതിരെ പോരാടി VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിലാണ് ഇനി പോകുന്നത്. പത്തനാപുരത്ത് INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഇന്ന് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നീണ്ട 10 വർഷത്തെ കാലയളവിന് ശേഷം UDFിൻ്റെ നേതൃത്വത്തിൽ
ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങൾ അനുഭവിച്ച വേദനയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കേൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടത് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ, ശ്രീ ടീം UDFൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടത് ഒട്ടനവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. നമ്മുടെ മൺമറഞ്ഞ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 5 ഗ്യാരണ്ടി. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാലയ്ക്കും അഭിനന്ദനം അർപ്പിച്ച് ബാനർ ഉയർത്തിയ ശേഷമായിരുന്നു മധുര വിതരണം നടത്തിയത്. കടക്കാമണ്ണിലും മധുര വിതരണം നടന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പായസ വിതരണമാണ് ഇവിടെ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. താൻ സമുദായത്തിന് എതിരല്ലെന്ന് മുൻമന്ത്രി KB ഗണേഷ് കുമാർ. തന്റെ പിതാവായ R ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം സമുദായത്തോടൊപ്പം ചേർന്ന് നിൽക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. NSSന്റെ ഔദ്യോഗിക നിലപാടിനോടൊപ്പമെന്ന് മുൻ NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KB ഗണേഷ് കുമാർ. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യമായി പുനലൂർ യൂണിയൻ ഓഫീസിലെത്തിയ ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് NSSനോടുള്ള പ്രതിബദ്ധത ഊന്നി പറഞ്ഞത്. NSSലുള്ള മുഴുവൻ അംഗങ്ങളോടും സ്നേഹവും ബഹുമാനവുമാണെന്നും തുടർന്നും NSSന്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് NSS നേതൃത്വവുമായി ഇടഞ്ഞ ഗണേഷ് കുമാർ സമുദായ അംഗങ്ങൾക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് പ്രതികൂല ഘടകമായി. കഴിഞ്ഞ 25 വർഷം പത്തനാപുരത്ത് അജയ്യനായിരുന്ന KB ഗണേഷ് കുമാർ ഇക്കുറി പരാജയപ്പെട്ടതും ഈ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാത്തതിനാലാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ താൻ സമുദായത്തിനെതിരല്ലെന്നും പിതാവായ R ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം സമുദായത്തോട് ചേർന്നു നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും KB ഗണേഷ് കുമാർ പറയുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രസിഡന്റായിരുന്ന താലൂക്ക് യൂണിയൻ കമ്മിറ്റിയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചാണ് ഇങ്ങനെ പദ്ധതി കൊണ്ടുവന്നത്. അത് ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്നെല്ലാമുള്ള ആലോചന നടക്കുമ്പോഴാണ് കമ്മിറ്റി മാറിയത്. പുതിയ കമ്മിറ്റി വന്നു, നടപ്പിലാക്കിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ NSSനെതിരല്ല. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ജനറൽ സെക്രട്ടറിയുടെ കൂടെ നിൽക്കണം, NSSൻ്റെ ഔദ്യോഗിക നിലപാടിനൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. അത് കൃത്യമായി അനുസരിക്കും. NSSനോടും NSSലെ ഓരോ അംഗങ്ങളോടും സ്നേഹവും ബഹുമാനവും ഇഷ്ടവുമാണ്. 65 വർഷക്കാലം NSSനെ നയിച്ച R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഞാൻ. എല്ലാ NSSലെ അംഗങ്ങളും കരയോഗാംഗങ്ങളിലും എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട്. എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അതുകൊണ്ട് ഞാൻ വന്നു. ഇത് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എപ്പോഴും NSSൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാനുണ്ടാവും, ഒരു സംശയവും വേണ്ട. ഞാൻ അവിടെ മുന്നിൽ തന്നെ കാണും, ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ടിരിക്കുക. NSSന്റെ മുൻനിരയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിതാവായ R ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ പുനലൂർ യൂണിയൻ ഓഫീസിലെത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കരയിലെ മാവടി എന്ന ചെറുഗ്രാമത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിപദത്തിലേക്ക് ഓരോ ചുവടിലും രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന യാത്ര. PC വിഷ്ണുനാഥ് എന്ന യുവ നേതാവിന്റെ ആദ്യ മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രയാണത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 48-ാം വയസ്സിൽ തന്നെ തേടിയെത്തിയ ഈ മന്ത്രിസ്ഥാനം ഇരു കൈയും നീട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ യുവ നേതാവ് ഏറ്റെടുത്തത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ KSU യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച PC വിഷ്ണുനാഥ് KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PT തോമസ് ചെയർമാനായിരുന്ന മാനവ സംസ്കൃതിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AICC സെക്രട്ടറി ആയിരിക്കെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നിർണായക ഘട്ടങ്ങളിൽ പാർട്ടി ചുമതല വഹിച്ചിരുന്നു. 2006-ൽ ആദ്യമായി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു PC വിഷ്ണുനാഥ്. 2011-ലും 2016-ലും ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ ജനവിധി തേടിയെങ്കിലും 2016-ൽ പരാജയപ്പെട്ടു. 2021-ൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന്
മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി. നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. പുത്തൂർ മാവടി പാലോട്ട് വൈഷ്ണവം വീട്ടിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന പരേതനായ ചെല്ലപ്പൻ പിള്ളയുടെയും ലീലയുടെയും ഇളയ മകനാണ്. പ്രശസ്ത കന്നഡ കവിയത്രിയും എഴുത്തുകാരിയുമായ കനകാഹാമയാണ് ഭാര്യ. അന്നപൂർണേശ്വരി ദേവിയാണ് മകൾ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. NSS പത്തനാപുരം യൂണിയനിൽ R ബാലകൃഷ്ണപിള്ള ക്യാൻസർ പെൻഷൻ പദ്ധതിക്ക് തുടക്കം. രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്നതാണ് പദ്ധതി. പത്തനാപുരം താലൂക്ക് NSS കരയോഗ യൂണിയന്റെ R ബാലകൃഷ്ണപിള്ള ക്യാൻസർ പെൻഷൻ പദ്ധതിക്കാണ് തുടക്കമായത്. 148 കരയോഗങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ക്യാൻസർ ബാധിതരുമായ ഒരാൾക്ക് വീതം പ്രതിമാസം 1000 രൂപ വീതം സഹായം നൽകുന്നതാണ് പദ്ധതി. ഇതിനാവശ്യമായ 2.46 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ച അതിന്റെ പ്രതിമാസ പലിശ രോഗബാധിതരുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തിക്കുന്ന വിധമാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ 1500-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. യൂണിയൻ അഡ്ഹോc കമ്മിറ്റി ചെയർമാൻ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള ക്യാൻസർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 65 വർഷക്കാലം പത്തനാപുരം താലൂക്ക് NSS യൂണിയനെ നയിച്ച ശ്രീ R ബാലകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിൽ ഈ താലൂക്കിൽപ്പെട്ട 148 കരയോഗങ്ങളിൽ നിന്നും ഒരു കരയോഗത്തിൽ നിന്നും ഒരാളിനെ വീതം ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളിനെ കരയോഗം തിരഞ്ഞെടുത്തുവിട്ട് കമ്മിറ്റി പരിശോധിച്ച് 107 പേരുടെ അപേക്ഷകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 17 കരയോഗത്തിൽ പ്രതിനിധികൾ ഇല്ല എന്നവർ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവര് അപേക്ഷകളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്ന അറിവ്. എന്തായാലും ഒരു കരയോഗ അംഗത്തിന് മാസം 1000 രൂപ വെച്ച് എല്ലാ മാസവും അവരുടെ കയ്യിൽ എത്തത്തക്ക രീതി അനുസരിച്ച് അവർ തന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ കിട്ടത്തക്ക രീതി അനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 2-ാം തീയതിയോടുകൂടി തന്നെ ഈ ആളുകളുള്ള പൈസകൾ അവരവരുടെ അക്കൗണ്ടുകളിലെത്തും. ഇത് ഇത്രയും താമസിച്ച് പോയതുകൊണ്ടാണ് ഇന്നത് 17-ാം തീയതി ആയിപ്പോയത്. ഈ 17-ാം തീയതി ഇന്ന് നമ്മൾ നൽകുന്ന ഈ സംഭാവന നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും മാറിയെടുക്കാവുന്നതാണ്. ഈ കരയോഗത്തിൽ ഈ യൂണിയന്റെ കീഴിലുള്ള കരയോഗങ്ങളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ള ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് നിലവിലുള്ള കമ്മിറ്റി ആലോചിച്ചിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് സംഭാവനകൾ കൊടുക്കണമെന്ന ആലോചനയുണ്ട്. ഓരോ കരയോഗ മണ്ഡലത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് കരയോഗക്കാർക്ക് കൊടുക്കുന്ന സംഭാവനകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് നിർബന്ധരായ എല്ലാ കരയോഗങ്ങളെയും സന്ദർശിച്ച് ഇല്ലായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകത്തക്ക രീതി അനുസരിച്ചാണ് താലൂക്ക് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇതിനുവേണ്ടി മുൻകൈ എടുത്തിരിക്കുന്ന ജയപ്രകാശം മജി ഉൾപ്പെടെയുള്ള ചന്ദ്രനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട അനുസരിച്ചാണ് ഈ ക്രമീകരണങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. എല്ലാ മേഖലയിലും മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൊടുത്തി അവരോടെല്ലാം ഈ പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കുകയും അതിന്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും. ഭരണസമിതി അംഗം J രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. G ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു. യൂണിയൻ സെക്രട്ടറി R അരുൺരാജ്, G ചന്ദ്രശേഖരൻപിള്ള, അരീക്കൽ പ്രദീപ്, R വേണുകുമാർ, R അജികുമാർ, പത്മകുമാർ, ഷൺമുഖൻപിള്ള, NR ഗോപകുമാർ, GL വിനയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇരുവശവും കാട് വളർന്ന് കൊല്ലം തിരുമംഗലം ദേശീയപാത. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് വളർന്നു നിൽക്കുകയാണ്. മിക്കയിടങ്ങളിലും ഡ്രൈവർമാരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയാണ്. പശ്ചിമഘട്ട മേഖല ആരംഭിക്കുന്ന പുനലൂർ മുതൽ സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവ് വരെ ദേശീയപാതയുടെ ഇരുഭാഗത്തും കാട് വളർന്നു കിടക്കുകയാണ്. ആൾപ്പൊക്കത്തിൽ വളർന്ന ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന കാട് പാതയിൽ നിരന്തരം അപകടങ്ങൾക്കും കാരണമാകുന്നു. വലിയ കൊക്കകൾ നിറഞ്ഞ വാളക്കോട്, കലയനാട്, താമരപ്പള്ളി, പ്ലാച്ചേരി ഭാഗങ്ങളിലെല്ലാം കാട് അപകടത്തിന് ഇടയാക്കുകയാണ്. 100 അടി വരെ താഴ്ചയുള്ള ഈ ഭാഗങ്ങളിൽ റോഡിന്റെ വീതി സംബന്ധിച്ച ധാരണ പോലും ഡ്രൈവർമാർക്ക് ലഭിക്കുന്നില്ല. രാത്രിയിലാണ് ഇത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. മിക്ക രാത്രികളിലും കാടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇഴജന്തുക്കളെ റോഡിൽ കണ്ട് വാഹനയാത്രികർ ഭയപ്പെടുന്നുമുണ്ട്. 8 അടി വരെ ഉയരത്തിൽ വളരുന്ന കരിമ്പിന് സമാനമായ പുൽച്ചെടിയാണ് ദേശീയപാതയുടെ വശങ്ങളിൽ വാഹനങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ മ്യുഗിന ബ്രാക്ടീരിയേറ്റ ഇനത്തിലുള്ള തോട്ടപ്പയർ റോഡിലേക്ക് വളർന്നിറങ്ങുന്നത് മറ്റൊരു അപകടമാണ്. പാതയിലെ മിക്ക ദിശാസൂചക ബോർഡുകളിലും തോട്ടപ്പയർ പടർന്നതിനാൽ
സ്ഥലപരിചയമില്ലാത്ത ദീർഘദൂര യാത്രികർ ദിശ അറിയാനാകാതെ വലയുന്നുണ്ട്. പലയിടത്തും പുൽച്ചെടികൾ ഇത്തരം ദിശാസൂചക ബോർഡുകൾ മറയ്ക്കുന്നുമുണ്ട്. പ്ലാച്ചേരി പോലെ ശരാശരി 7 മീറ്റർ വരെ മാത്രം വീതിയുള്ള ഭാഗങ്ങളിൽ വലിയ അപകട സാധ്യതയാണ് കാട് സൃഷ്ടിക്കുന്നത്. പലയിടത്തും സംരക്ഷണ ഭിത്തികളില്ല. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം കൊടുക്കുമ്പോൾ കൊക്കയിലേക്ക് മറിയാനുള്ള സാധ്യതയും ഏറെയാണ്. കാട് നീക്കി ഗതാഗതം സുഗമമാക്കാൻ നടപടി ഉണ്ടാകുന്നുമില്ല. വേനൽ മഴ ശക്തമായതോടെ കാട് പടരുകയാണ്. ഇതുമൂലം റോഡിൽ ടാർ ചെയ്ത ഭാഗം മാത്രമേ ഗതാഗതത്തിന് ഉതകുന്നുള്ളൂ. കാൽനട യാത്രക്കാർക്കാകട്ടെ നടന്നു പോകാനുള്ള സ്ഥലം ലഭിക്കുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തീപ്പെട്ടിക്കൊള്ളി കയറ്റിപ്പോയ ലോറി മറിഞ്ഞ് അപകടം. തെന്മല ഉറുകുന്ന് ആമക്കുളത്തിലാണ് അപകടം. 100 അടി താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. തെന്മല ഉറുകുന്ന് ആമക്കുളത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ 1:30 അപകടം. തീപ്പെട്ടിക്കൊള്ളി കയറ്റിപ്പോയ ലോറി 100 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉറുകുന്ന് ഒറ്റക്കൽ കയറ്റം കയറുന്നതിനിടെ മുന്നിൽ പോയ ചരക്ക് ലോറി കയറ്റത്തിൽ നിന്നതിനെ തുടർന്ന് പിന്നാലെ വന്ന ലോറിക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് വാഹനം ഓഫായി റിവേഴ്സിൽ നിയന്ത്രണം വിട്ട് ആമക്കുളത്തിലേക്ക് പല കരണം മറിയുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് ഡ്രൈവറെ ലോറിയിൽ നിന്നും പുറത്തെടുത്തത്. ഇദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. കേരള നാടാർ മഹാജന സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കേരള നാടാർ മഹാജന സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ ലോറൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രസ്ഥാനത്തിലെ ഞാൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 3.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 3.5 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരുപാടാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം ഇതിന്റെ മുന്നിലിരുന്ന നേതാക്കള് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള മട്ടില് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ മാങ്കോട് യൂണിറ്റിലെ അംഗങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചത്. ഇത് നമ്മൾ വാടക കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി വരുന്ന 2 കൊല്ലത്തിനകത്ത് ഇപ്പൊ ജ്യോതി ചാമക്കാലാണ് ഇവിടെ ഇപ്പൊ MLA ആയി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹമായിട്ട് കണ്ട് ഇവിടെ എവിടെയെങ്കിലും പറമ്പോക്ക് സ്ഥലം ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും പറമ്പോക്ക് സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം കണ്ടെത്തിയിട്ട് അതിൻ്റെ രേഖകൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചാമക്കാലയുമായി നാളെ ചുമതല ഏൽക്കുന്ന മുഖ്യമന്ത്രിയുമായും ഒക്കെ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം ആ സ്ഥലം നാടാർ സമുദായത്തിന് വേണ്ടി പതിച്ചു വാങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു യേശുരാജ് അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് ഉറവിൻമുறை സംഘം ചെയർമാൻ ലൂർദ് നാടാർ തെങ്കാശി മുഖ്യ പ്രഭാഷണം നടത്തി. டாக்டர் லாரன்ஸ் அவர்கள் நான் நிறைய விஷயங்களை பார்க்குறேன். அவங்க கொஞ்ச நேரத்துக்கு பேசும்போது கூட சொன்னாங்க, எங்கே பார்த்தாலும் கிறிஸ்தவன் இந்து அப்படின்ற ஒரு பிரிவினைகள் எல்லா மாநிலங்களையும் இருக்குது. உலகம் முழுவதும் நாடார்கள் எங்கெங்கே இருக்காங்களோ அங்கெல்லாம் இந்த பிரச்சனைகள் இருந்துகிட்டு தான் இருக்குது. இருந்த போதிலும் கூட இன்றைக்கு நமக்குன்னு ஒரு இடம் வேணும். அதாவது தங்கம் செய்யாதது ஒரு சங்கம் செய்யும் என்று பழமொழி சொல்வார்கள். KNMS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MH ജയകുമാർ, കരീച്ചൽ ജയകുമാർ, ജെവിൻ മുണ്ടേല, സിമി മനോജ്, അനീഷ് കുമാർ, സി ജോൺസൺ, രഞ്ജിത്ത് ചിതറ, സുധാകരൻ നാടാർ ചിതറ, രാജേഷ് കുമാർ ഇളമ്പൽ, സാമു മണലിൽ എന്നിവർ പങ്കെടുത്തു. തെക്കൻ കേരളത്തിലെ വൻശക്തിയായ നാടാർ സമുദായത്തിൽ നിന്നും മന്ത്രി ഉണ്ടാകേണ്ടുന്ന സാഹചര്യവും യോഗം വിലയിരുത്തി. അഡ്വക്കേറ്റ് സംഗീത സാമു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. MDMAയുമായി യുവാവ് പിടിയിൽ. ഇടമുളയ്ക്കൽ സ്വദേശി കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജനാണ് പിടിയിലായത്. 370 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.